ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കിയാണ്. നമ്മൾ ലാബസിൻ്റെ ബയോളജി ക്ലാസ് സെൽ എന്ന ചാപ്റ്ററാണ് നോക്കുന്നത്. NCERT ടെക്സ്റ്റ് ബുക്കിലെ നോട്ട്സുകളാണ് നമ്മളിതിൽ കൊടുത്തിരിക്കുന്നത് കൂടുതലും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെൽ എന്താണെന്നും പഠിച്ചു, സെൽ ആരാണ് ആദ്യമായി ഡിസ്കവർ ചെയ്തതെന്നും പഠിച്ചു. ഇനി നമുക്ക് സെല്ലുമായി ബന്ധപ്പെട്ട് വൺ വേർഡായിട്ട് ചോദിക്കാൻ പറ്റിയ കുറച്ച് കൺഫ്യൂസിങ് ഫാക്ട്സ് നോക്കാം. അതിലാദ്യത്തത് സ്മോളസ്റ്റ് സെൽ ഏതാണ്? ഏറ്റവും ചെറിയ സെല്ല് മൈക്കോപ്ലാസ്മ ഗാലിസെപ്റ്റം. ഏറ്റവും വലിയ സെല്ല് ഓസ്ട്രിച്ച് എഗ്ഗാണ്. ഏറ്റവും വലിയ ഐസൊലേറ്റഡ് സിംഗിൾ സെല്ലെന്നും എഗ് ഓഫ് ആൻ ഓസ്ട്രിച്ചിനെ പറയുന്നുണ്ട്. ലാർജസ്റ്റ് സെൽ ഇൻ ഹ്യൂമൻ ബോഡി ഓവം. സ്മോളസ്റ്റ് സെൽ ഇൻ ഹ്യൂമൻ ബോഡി സ്പേം. ലോങ്ങസ്റ്റ് സെൽ ഇൻ ഹ്യൂമൻ ബോഡി ന്യൂറോൺ ലോങ്ങസ്റ്റ് സെല്ലാവാൻ കാരണം എന്താ? ബ്രാഞ്ചസിലാണ് അല്ലേ. ഏറ്റവും നീളം കൂടിയ സെല്ല് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ന്യൂറോണാണ്. 1938 ബൊട്ടാനിസ്റ്റായ മാത്യു ഷീൽഡൻ ലാർജ് നമ്പർ ഓഫ് പ്ലാന്റ്സ് ഒബ്സർവ് ചെയ്തു. ആ പ്ലാന്റ്സ് എല്ലാം കോമ്പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെല്ലാണെന്ന് കണ്ടുപിടിച്ചു. ഈ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെല്ല് ഫോം ചെയ്താണ് പ്ലാന്റിൽ ടിഷ്യൂ ഉണ്ടാകുന്നത്. അപ്പോൾ ആദ്യമായി പ്ലാന്റ്സിൽ സെല്ലിനെ കുറിച്ച് ഡിസ്കവർ ചെയ്ത് ഷീൽഡൻ ആയിരുന്നു. MJ ഷീൽഡൻ എന്നും അദ്ദേഹത്തിനെ അറിയപ്പെടുന്നു. അദ്ദേഹത്തിന് ശേഷം 1839 സുവോളജിസ്റ്റായ തിയോഡർ ഷ്വാൻ അനിമൽ സെൽസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അനിമൽ സെൽസ് പഠിക്കുകയും ആ അനിമൽ സെൽസിൽ ഒരു ഔട്ടർ ലെയറും കൂടി ഉണ്ടെന്ന് അവർ കണ്ടെത്തി. അതിനെയാണ് പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം പ്ലാന്റ് ടിഷ്യൂവും കൂടി ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പ്ലാന്റ് സെല്ലിൻ്റെ ക്യാരക്ടർ, യൂണിക്കായിട്ടുള്ളൊരു ക്യാരക്ടർ എന്ന് പറയുന്നത് അതിൽ സെൽ വാളിൻ്റെ പ്രസൻസ് ആണ്. പ്രസൻസ് ഓഫ് സെൽ വാൾ ഈസ് യൂണിക് ക്യാരക്ടർ ഓഫ് ദ പ്ലാന്റ് സെൽ എന്ന് ഷ്വാനും കണ്ടെത്തി. അങ്ങനെ ഷ്വാൻ പ്രപ്പോസ് ചെയ്തു അനിമൽസിൻ്റെയും പ്ലാന്റ്സിൻ്റെയും ബോഡിയിൽ സെല്ല് കൊണ്ട് നിർമ്മിതമാണെന്നും സെല്ലിൻ്റെ പ്രോഡക്റ്റാണ് അനിമൽസും പ്ലാന്റ്സിനും കണ്ടെത്തി. സെൽ തിയറി ഫോർമുലേറ്റ് ചെയ്ത് ഷീൽഡനും ഷ്വാനും കൂടിയാണ്. പക്ഷേ അവരുടെ എക്സ്പ്ലനേഷനിൽ പുതിയൊരു സെല്ല് എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് പറഞ്ഞിട്ടില്ലായിരുന്നു. അത് കണ്ടുപിടിച്ചത് 1855 റുഡോൾഫ് വിർച്ചോവ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. അദ്ദേഹമാണ് സെൽ ഡിവൈഡ് ചെയ്ത് പുതിയൊരു സെല്ല് പ്രീ എക്സിസ്റ്റിംഗ് സെല്ലിൽ നിന്നും ഫോം ചെയ്തു എന്ന് കണ്ടുപിടിക്കുന്നത്. അദ്ദേഹം ഷീൽഡിൻ്റെയും ഷ്വാനിൻ്റെയും ഹൈപ്പോത്തസിസിന് മോഡിഫൈ ചെയ്ത് ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഷേപ്പുള്ള ഒരു സെൽ തിയറി അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുകയാണ് ചെയ്തത്. സെൽ തിയറിയുടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ് ആൻഡ് പ്രോഡക്ട്സ് ഓഫ് സെൽസ്. ഓൾ സെൽസ് അറൈസ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.